അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, മറ്റ് വ്യക്തിത്വങ്ങളെ, നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരാമുഖം മുമ്പ് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഈ സമൂഹത്തിലേക്ക് നമ്മൾ തൗഹീദിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. അതായത് നാം ഓരോരുത്തരും നമ്മുടെ മാത്രമല്ല, മറിച്ച് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കൂടെ അവരുടെയും നന്മ നിലനിർത്തുക എന്നുള്ളതാണ്. ഇസ്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. സൂറത്ത് ഹൂദിലെ ഒരായത്ത് നമുക്ക് കാണാം. ശുഐബ് നബി തൻ്റെ ജനതയോട് പറയുന്ന ഒരു വാക്കാണ്. അതിൻ്റെ ശകലം ഞാനിവിടെ ഓതി വെക്കുകയാണ്. അടിവരയിട്ട് നിങ്ങൾക്ക് കാണാം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ശുഐബ് നബി തൻ്റെ ജനതയോട് പറയുന്നത്, എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരിലേക്ക് ഈ ദഅവത്തുമായി, തൗഹീദിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് അതായിരിക്കണം. നമ്മുടെ മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെയും കൂടെ നന്മ അത് നിലനിർത്താനുള്ള ആ ഒരു ഉദ്ദേശ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. നേരെ മറിച്ച് നമ്മൾ ഒരു സംഘമായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണെന്ന് നമുക്കറിയാം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. ഈ അടിവരയിട്ട ആ വചനത്തിൻ്റെ ശകലം നിങ്ങൾക്ക് അവിടെ കാണാം. എങ്ങനെ നമ്മൾ ഇറങ്ങണമെന്നുള്ളതാണ്. സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. സഫായിക്കൊണ്ട് നമ്മൾ ഇറങ്ങണമെന്നുള്ളതാണ്. നമുക്കിവിടെ കാണാം, സംയോജിപ്പിച്ച ഒരു മതിൽ പോലെ നമ്മൾ അണിചേർന്നുകൊണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരുടെ നന്മ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദൗത്യ നിർവഹണത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്നോബോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം എടുത്ത് ഉദ്ധരിക്കാനുള്ള കാരണം, നമുക്കറിയാം, ചെറിയ മഞ്ഞ് കണങ്ങൾ വന്ന് അതൊരു വലിയ മഞ്ഞിൻ്റെ ഒരു വലിയ ബോൾ പോലെയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോൾ ആകുന്നതിന് മുമ്പ് അതെങ്ങനെയായിരുന്നു? ഈ ചെറിയ മഞ്ഞ് കണങ്ങളെല്ലാം കൂടി വന്നിട്ടാണ് അതങ്ങനെ ആയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരു സൊഫായിക്കൊണ്ടാണ് സമൂഹത്തിലേക്ക് ഈ സന്ദേശവുമായി കടന്നു ചെല്ലേണ്ടത് എന്നുള്ളതാണ്. ബഷീർ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ വാക്യം നമുക്കറിയാം. നമ്മൾ സാധാരണ ഒന്നും രണ്ടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും ഇമ്മിണി ബല്യ ഒന്നാണെന്നാ. ആ രീതിയിൽ നമ്മൾ അണിചേർന്നുകൊണ്ട് ബല്യ ഒരു അണിയായിക്കൊണ്ട്, അല്ലെങ്കിൽ ബല്യ ഒന്നായിക്കൊണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ ദൗത്യ നിർവഹണം പൂർത്തീകരിക്കേണ്ടതുണ്ട്.
അതാണ് ഒരു സംഘത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ഒറ്റയ്ക്കല്ല, മറിച്ച് ഒരു സംഘമായിക്കൊണ്ട് നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്.